السلام عليكم ورحمة الله وبركاته. صباح الخير والبركة. അള്ളാഹു നിങ്ങളുടെ പ്രഭാതത്തെ നന്മ നിറഞ്ഞതും ബറക്കത്തുള്ളതുമാക്കട്ടെ. ഇന്ന് ഞാൻ പറയുന്നത് അബുദാബി ഔഖാഫിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ പൂർത്തിയാക്കിയതിന് ശേഷം എന്ത് സംഭവിച്ചു. ഇൻ്റർവ്യൂ പൂർത്തിയായി ദിവസങ്ങളും മാസങ്ങളായി, അതിനെക്കുറിച്ചൊരു വിവരവുമില്ല. അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് വിളിച്ച് നോക്കി. അവിടുത്തെ ഔഖാഫിൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ച് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായ ആളാണ്, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വിളിക്കാമെന്ന് പറഞ്ഞു, ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പാസ്സാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, പേപ്പറുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എമറേസ് ID, നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ്, കാര്യങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ പേപ്പറുകളായിട്ട് അങ്ങോട്ട് പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഫോമും കൂടി ഫില്ല് ചെയ്തിരുന്നു. വസീഖത്ത് തആറുഫ് എന്ന് പറയും. അതായത് ഇവിടെ ഗവൺമെൻറ് ജോബിൽ കയറണമെങ്കിൽ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തിട്ടാണ് കയറുക. ഞാൻ എന്ത് ചെയ്തു, ആ ഫോമും ഫില്ല് ചെയ്തു. അതിലെല്ലാം A to Z കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഞാൻ അവിടെ പോയി, അവിടെ ചെന്നിട്ട് അവരെ കാര്യം ധരിപ്പിച്ച് ഞാനിങ്ങനെ വിളിച്ചിട്ട് വന്നതാണ്. അവർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും അവർ നോക്കിയിട്ടില്ല. ആദ്യം അവർ കണ്ടത് ഞാൻ പൂരിപ്പിച്ച ആ ഫോമാണ്. അത് കണ്ടുടനെ അവർ ചോദിച്ചു, ഇതാരാ നിങ്ങൾക്ക് തന്നത്? നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സാധനമാണല്ലോ. അതായത് ആ ഫോം എവിടുന്ന് കൊടുക്കുന്ന, അതായത് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സാധനം നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഉമ്മുൽ ഖുറൈൻ ഔഖാഫിൻ്റെ റയീസുൽ ലജ്ന ഷെയ്ഖ് അലി സാലിഹാണ് എനിക്കിത് തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ മുമ്പ് ഉമ്മുൽ ഖുറൈൻ ഔഖാഫിൻ്റെ ബദീലിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി തന്ന പേപ്പറായിരുന്നു. അതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞു. അവരെന്ത് ചെയ്തു, ഉടനെ അബുദാബി ഉമ്മുൽ ഖുറൈൻ ഔഖാഫുമായി ബന്ധപ്പെട്ടു. അവർക്ക് കാര്യം കൃത്യമാണെന്ന് തോന്നിയപ്പോൾ എന്നോട് ഫോം വാങ്ങി ആ ഫോമിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സൈൻ ചെയ്തതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നൊരു പേപ്പർ തന്നു. ആ പേപ്പറിലും സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ധൃതി ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്കതിലെന്താ എഴുതിയത് വായിക്കാനൊന്നും മനസ്സ് വന്നില്ല, വായിച്ചിട്ടില്ല. അങ്ങനെ ഇനിയെങ്കിലും ഉടനെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ തിരിച്ചു വന്നു. വീണ്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഒരു വിവരവുമില്ല. വീണ്ടും ഒന്നും കൂടി അവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കും, നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറഞ്ഞു. എനിക്ക് പറഞ്ഞാൽ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം 5 മാസം ആവാറായി. ഇതുവരെ അവർ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമുക്ക് അബുദാബി ഔഖാഫിൻ്റെ കാര്യത്തിൽ കൃത്യമായി ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല. വിളിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ എപ്പോൾ വിളിക്കും അതിലൊരു ധാരണയുമില്ല, ഒരു നിശ്ചയവുമില്ല. ചിലപ്പം 5 മാസം കഴിഞ്ഞിട്ടാവാം. ചില ഭാഗ്യവാന്മാർക്ക് 1 മാസം കഴിഞ്ഞിട്ടൊക്കെ വിളിക്കാനും സാധ്യതയുണ്ട്. പണ്ടൊക്കെ അങ്ങനെ വിളിച്ച് പാസ്സായി ഇൻ്റർവ്യൂ, രണ്ടാമത്തെ ഇൻ്റർവ്യൂ. പണ്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ അവർ വെക്കുന്നത്. അങ്ങനെ പണ്ട് പാസ്സായി ഇമാമത്ത് കിട്ടിയവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഈ കാലയളവിലൊന്നും അങ്ങനെ ഇൻ്റർവ്യൂവിൽ പാസ്സായി ഇമാമത്ത് കിട്ടിയവരൊന്നും എൻ്റെ അറിവിലില്ല. എന്ന് വെച്ചാൽ അങ്ങനെ നടക്കുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പം എൻ്റെ കാര്യം തന്നെ, ഞാൻ പേര് കൊടുത്ത് 5-5.5 മാസം കഴിഞ്ഞിട്ടാണ് വിളിച്ചത് ഇൻ്റർവ്യൂവിന്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ 5 മാസം ആവാറായി. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പം ഇതാണ് അവസ്ഥ. ഒരു ധാരണയും കൃത്യമായ ഒരു കാര്യവും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. നല്ലതുപോലെ ക്ഷമ വേണം.
ഏത് സമയത്തും നമ്മളെ വിളിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ വിളിക്കൂല. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ്. ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായെന്ന് കൂട്ടിക്കോളി, എന്നാൽ പോലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയില്ല. വിസ അടിക്കുന്നത് വരെ, വിസ അടിച്ച് അപ്രൂവലായി പള്ളിയിൽ കയറുന്നത് വരെ ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ചില ആൾക്കാരത്, ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ പാസ്സായതാണ്, എന്നാൽ പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വിസ അപ്രൂവലായിട്ടില്ല. വിസ അടിച്ചപ്പം അപ്രൂവൽ ആവാത്തതിൻ്റെ കാരണം കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാതിരുന്നത്. അപ്പം അങ്ങനെയും സംഭവിക്കാം. വിസ അടിച്ചിട്ട് അതിനിപ്പോൾ ചില കാരണങ്ങൾ, ചിലപ്പം താടി പ്രശ്നമാവാം, അതല്ലെങ്കിൽ നമ്മൾ പേരുകൾ പ്രശ്നമാവാം, അതൊക്കെ സംഭവിക്കാം. അതൊന്നും ഒരിക്കലും ഒരുറപ്പും പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ആയിട്ടും ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി എല്ലാം ആയിട്ട് പോലും ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മുന്നിൽ കാണണം. താടി പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീ താടി അടിച്ച് വന്നാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളൊന്നുമില്ല കേട്ടോ. കാരണം വലിയ താടി വെച്ച ആൾക്കാരൊക്കെ ഇവിടെ ഇമാമായി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം താടിയുമല്ല പ്രശ്നം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. താടി മാത്രമല്ല പ്രശ്നം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിട്ടാനുള്ള സാധ്യത ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിനുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇൻഷാ അല്ലാഹ് ചുരുക്ക രൂപത്തിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.